Dear students, welcome to SSPC's classes. Today, CBC ബോർഡ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ അസേർഷൻ റീസൺ ടൈപ്പ് MCQs ആണ് ഡിസ്കസ് ചെയ്യുക. അസേർഷൻ റീസൺ ടൈപ്പ് വളരെ സിമ്പിൾ ആണ്, ബട്ട് തിയറി ഗുഡായിട്ട് അറിയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിൻ്റെ ആൻസേഴ്സിലേക്ക് പെട്ടെന്ന് എത്തുവാൻ പറ്റൂ. രണ്ട് സ്റ്റെപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. ഒന്ന്, ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ, ഇത് രണ്ടും ഇൻകറക്റ്റ് ആണെങ്കിൽ മാത്രം ഇവ തമ്മിലുള്ള റിലേഷനെ പറ്റി ചിന്തിക്കുക. എങ്കിൽ വ്യക്തതയോടെ നിങ്ങൾക്ക് പെട്ടെന്ന് ചോയ്സസിലേക്ക് എത്തുവാൻ പറ്റും. So first one, you have to think whether assertion and reason are true or false. And the second step, അത് true ആണെങ്കിൽ മാത്രം you can think how to connect the reason with the assertion. So നമുക്കിന്ന് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വൺ ബൈ ആയിട്ട് കാണാം. ഈ ക്വസ്റ്റ്യൻസിനെ നിങ്ങളുടേതായ ആൻസേഴ്സ് നിങ്ങൾ സ്വയം വിലയിരുത്തിയതിന് ശേഷം ഇതിൽ പറയുന്ന ആൻസറുമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് വൺ, നമ്മുടെ ബയോട്ട്-സാവേർട്സ് ലോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The magnetic field due to a very large current carrying loop is zero at its center. So there is a speciality here. A current carrying loop, what is a magnetic field at the center? But it's a large one. That is a very important one. Very large current carrying loop. Reason ആയിട്ട് പറയുന്നു, the magnetic field at the center of the loop is B is equal to mu 0 I by 2R. അപ്പോൾ ഒരു ആഡഡ് ആയിട്ട് ഒരു നോളജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, സപ്പോസ് വി ആർ വിത്ത് എ കറണ്ട് ക്യാരിയിങ് ആർക്ക്. It subtends an angle, say theta, with respect to its center. എങ്കിൽ ഈ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഈസ് mu 0 by 4 pi into that I division by the radius into the angle subtended as theta. അപ്പോൾ അതൊരു സർക്കുലർ ലൂപ്പ് ആയിട്ട് മാറുമ്പോൾ the theta become 2 pi. So the magnetic field at the center of the loop എന്ന് പറയുന്നത് mu 0 by 4 pi into I division by R into that 2 pi. And we can just cancel that 2 pi 2 pi. So you get the value as mu 0 I division by 2R. So exactly the magnetic field at the center of the loop. So that is a true statement. Good. But here, assertion said the magnetic field due to a very large current carrying loop. So what is the speciality for a very large current carrying loop? So അവിടെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. സോ നമുക്കതിനെ ഇൻഫൈനൈറ്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. സോ ഫ്രം ദിസ് റിലേഷൻ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. അപ്പം ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ വളരെ ലാർജ് ആയിട്ട് മാറുമ്പോൾ, ഇൻഫൈനൈറ്റ് ആയിട്ട് മാറുമ്പോൾ, we can say the magnetic field becomes zero at the center. So that is the very important one. So we can say that രണ്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിട്ട് മാറുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ വ്യക്തതയോടെ നമുക്ക് പറയാം ദാറ്റ് ദ ആൻസർ ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് കറക്റ്റ്, and the reason is a correct explanation for assertion. So that is the first question, and we can move with the question number 2. Look, assertion: if a charged particle is released from rest in a region of uniform electric and magnetic fields parallel to each other, it moves in a straight line. So that is the assertion. Reason: the electric field exerts no force on the particle.
but the magnetic field does. അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് electric field and the magnetic field there are in parallel. That is aspect. എന്നിട്ട് a particle is released from rest, but it is charged 1. Okay. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ റിലീസ് ചെയ്താൽ we can at first find what is the electric force acting on it. അപ്പൊ electric force, that F is nothing but equal to Q into E. The magnetic force is nothing but equal to QVB, Q into V cross B, QVB sin theta. അപ്പൊ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് വെലോസിറ്റിയും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. പക്ഷെ ഇവൻ റെസ്റ്റിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി ബിക്കം 0. സോ ദ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോ ഇവിടെ പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ് ആണ്, Q into E ആണ്. വളരെ വ്യക്തതയോടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. The electric field exerts no force on the particle, but the magnetic field does. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺസെപ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ഫോഴ്സ് ഇല്ല എന്നാണ്, ഇലക്ട്രിക്കൽ ഫോഴ്സ് ഉണ്ടെന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് റീസൺ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ. Then what about the first statement? If a charged particle is released from rest in a region of uniform electric and magnetic fields parallel to each other, it moves in a straight line, even though the magnetic force is 0, but because of the positive negative concept, electric field act here, +2 minus alle, appo aa charged particle in oru electric force ille, and is moves electric field in the direction നെഗറ്റീവ് കോൺസെപ്റ്റിലേക്ക് അവൻ അട്രാക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവനൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അസർഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആയിട്ട് പറയാം, ആൻഡ് റീസൺ സ്റ്റേറ്റ്മെന്റ് ഫോൾസും. സോ വി ഗെറ്റ് ദ തേർഡ് ചോയ്സ്. സി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. Is it clear? Yes. Very good, very good. So we can move with the third concept, and again based on a moved charge. Assertion: a charged particle moves in a uniform magnetic field. The velocity of the particle at the same instant makes an acute angle with the magnetic field. So, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് സംസാരിക്കുക. The velocity of the particle at some instant makes an angle, acute angle with the magnetic field. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ that velocity makes an angle theta. The path of the particle is a helix with a constant pitch. So നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് വെലോസിറ്റിയുമായിട്ട് മേക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് വിൽ സഫേർഡ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം that particle is suffered with a circular path. അതിന്റെ തിയറിയൊക്കെ വളരെ വ്യക്തതയോടെ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. But other than these three angles, നമുക്കറിയാം that velocity we can split into two components, that when v sin theta along vertical and v cos theta in parallel to the magnetic field. അതുകൊണ്ട് തന്നെ because of v cos theta ആ വെലോസിറ്റി ഉള്ളത് കൊണ്ട് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് അവനെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള v sin theta എന്ന് പറയുന്നത് അവനെ ഒരു സർക്കുലർ പാത്ത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ we can certainly say that charge is suffered with a helical path with a constant pitch, the linear distance traveled by the charged particle in one rotation. So നമുക്ക് exactly that statement is true എന്ന് നമുക്ക് പറയാം. Reason: the force on the particle is given by F is equal to Q into V cross B.
That statement is also true. But can you relate in order to give the helical path? A helical path കിട്ടുന്നതിന് ഈ രണ്ട് കോൺസെപ്റ്റ്സുകളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? നോ. സോ അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസർഷൻ. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ready one? So we can move with the good question, a special question for you, number 4. ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ആംപിയേഴ്സ് സർക്യൂട്ട് ലോയുടെ മീനിങ്ങും വ്യക്തതയോടെ അറിഞ്ഞിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. Ampere's law used for the closed loop shown in figure and is written as integral b dot dl is equal to mu 0 times I1 minus I2. Right side of it does not include I3 because it produces no magnetic field at the loop. The reason the line integral of the magnetic field produced by I3 over the closed loop is 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറയുന്നത് that is b dot dl is equal to the mu 0 times the current enclosed. That is a very important one. അപ്പോ I എന്ന് പറയുന്ന ഒരു കറണ്ട് നമ്മുടെ ആംപിയർ ലൂപ്പ് എൻക്ലോസ് ചെയ്യുമെങ്കിൽ that will contribute to the line integral of b dot dl. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിന് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ആ ആംപീരിയൻ ലൂപ്പിനകത്തുള്ള എൻക്ലോസ്ഡ് കറണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആംപീരിയൻ ലൂപ്പിനകത്ത് I3 ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് തന്നെ the line integral of the magnetic field produced by I3 is 0. കാരണം it is not inside the loop. അതാണ് ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണിറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു കറണ്ട് കോൺട്രിബ്യൂഷൻ ആണ് ഔട്ട്സൈഡ്. പക്ഷെ ഇൻവേർഡ് ആയിട്ടാണ് I2. അപ്പൊ I1 എന്ന് പറയുന്നത് പോസിറ്റീവും I2 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ബട്ട് I3 എന്ന് പറയുന്നത് പ്ലസ് തന്നെയാണ്. അപ്പൊ ആംപീരിയൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ റിലേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ട്രൂ ആണ്. കാരണം ആംപീരിയൻ ലൂപ്പാണ്, നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ആണ് വേണ്ടത്. അതിന് കോൺട്രിബ്യൂഷൻ I1 I2മാണ്. I1 പോസിറ്റീവ് ആണ്, I2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നോ ഡൗട്ട് അറ്റ് ഓൾ. ബട്ട് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചേ, നോ മാഗ്നറ്റിക് ഫീൽഡ്. എപ്പോഴും ഓർക്കണേ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ഡോട്ട് കോൺട്രിബ്യൂഷൻ ഉള്ള കറണ്ട് ആണെങ്കിൽ ഉറപ്പിച്ചു പറയാം അവിടെ ആന്റി ക്ലോക്ക് വൈസ് പാറ്റേണിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അവൻ കൊടുക്കുകയാണ്. അതേപടി ക്രോസ് ആയിട്ടുള്ളവനാണെങ്കിൽ അവൻ ഇൻവേർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതേപോലെ I3യും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുമ്പോൾ അവിടെ മൂന്നിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്. പക്ഷേ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ പുറത്തുള്ള I3ക്ക് കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ നോ മാഗ്നറ്റിക് ഫീൽഡ് എന്നാ പറയുന്നത്, അവിടെ ഉറപ്പായിട്ടും I1ഉം I2ഉം I3യുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് വന്നിരുന്നതെങ്കിൽ അവിടെ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വന്നേനെ. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ അടുത്തുള്ള എല്ലാ ഔട്ട്സൈഡ് ആയിട്ടുള്ള കറണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമായി, ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്, ബട്ട് ദ റീസൺ എന്ന് പറയുന്നത് ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സെലക്ട് ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. അപ്പോൾ നമ്മുടെ ആംപിയർ സർക്യൂട്ടുകളിലോ വളരെ വ്യക്തതയോടെ അറിഞ്ഞിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. സോ ബെസ്റ്റ് വിഷസ് ഫ്രം SS ഫിസിക്സ് ക്ലാസ്സസ്. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ടേം എക്സാമിന് നിങ്ങൾക്ക് 35 മാർക്സും നിങ്ങൾക്ക് നേടാൻ SS ഫിസിക്സ് ക്ലാസിന്റെ ക്ലാസ്സുകൾ ഈ നമ്മുടെ ഒക്ടോബർ മാസം നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നടത്തുന്നതാണ്. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും അതിന്റെ ഡൗട്ട് ക്ലിയറൻസുമായിട്ട്
ഏറ്റവും മാക്സിമം സ്കോർ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് SS ഫിസിക്സ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുക. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. So that question number 5. The work done by a magnetic force on a charged particle is 0. The work done by magnetic force on a charged particle is 0 when the force is perpendicular to the velocity of the particle. In other cases, it is not 0. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് നമുക്ക് സാധാരണ രൂപത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ വർക്ക് എന്ന് പറയുന്നത് F.S ആണ്. FS കോസ് ഫൈ ആണ്. അപ്പൊ അവിടെ ഫൈ എന്ന് പറയുന്നത് ഫോഴ്സും അതോടൊപ്പം ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് ഫൈ ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് തീറ്റ ഈക്വൽ ടു എന്ന് വെച്ചാൽ നമ്മളുടെ എഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം QVB സൈൻ തീറ്റയാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയോ 180 ഡിഗ്രിയോ ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണ്. അപ്പൊ അവിടെ വർക്ക് ഇല്ല. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സപ്പോസ് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്നിരിക്കട്ടെ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട ഒരു കോൺസെപ്റ്റ്, സൈൻ 90 ആവുമ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ട്. ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സ് അതും ബിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം സർക്കുലർ പാത്താണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെ? യെസ്. അപ്പൊ അവിടെ മാഗ്നറ്റിക് ഫോഴ്സും മൂവ്മെന്റും തമ്മിൽ 90 ഡിഗ്രി ആണ്. അപ്പോൾ അവിടെയും വർക്ക് എന്ന് പറയുന്നത് 0 ആകുകയാണ്. ഹെലിക്കൽ പാത്ത് എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആണ്, അല്ലെ? അപ്പൊ രണ്ടിനും വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ തന്നെയാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആകുകയാണ്. ഓർക്കുക, ഏത് കേസ് എടുത്താലും നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആകും. ഇത് 0 ആകാൻ തീറ്റ 0യും 180യും ആയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് വരുമ്പോൾ അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയി മാറി. അതുകൊണ്ട് വർക്ക് 0 ആയി. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ ആ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയി മാറി. വർക്ക് 0 ആയി. ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് ഹെലിക്കൽ പാത്ത് വരുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം ഏത് കേസ് എടുത്താലും വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് ആണ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കാര്യം മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആയിട്ട് വന്നു, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. വളരെ ഗുഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. നമ്പർ 6. The net charge in a current carrying wire is 0. അതുവരെ എന്തായാലും കറക്റ്റ് ആണ്, അല്ലെ? ഗുഡ്. ന്യൂട്രൽ ആണല്ലോ. ഗുഡ്. And so the magnetic force on the wire in the magnetic field is 0. ശ്രദ്ധിക്കണം ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ ഓരോ ചാർജ്ഡ് പാർട്ടിക്കിളിനും ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദെയർ. അതാണ് നമുക്ക് വളരെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, അല്ലെ? യെസ്. അപ്പൊ നമ്മുടെ 6th സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഓർക്കണേ, നമ്മുടെ അസർഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇൻകറക്റ്റ് ആണ്. The force on the current carrying wire is F is equal to ILB sin theta. That is a true statement. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞാലും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ മൂവിങ് പാർട്ടിക്കിളിനുമുള്ള ഇലക്ട്രോണിനുമുള്ള ഫോഴ്സ് ആണ് അതിലെ നെറ്റ് ഫോഴ്സ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അത് ILB സൈൻ തീറ്റ ആയിരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയി മാറി. റീസൺ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുമാണ്. സോ D is the correct answer. വെരി ഗുഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്പർ 7. A current carrying loop placed in a magnetic field must experience a torque. ടോർക്ക് ഉണ്ട്. ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്, അല്ലെ? പക്ഷേ മസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു റോങ് കോൺസെപ്റ്റ് ഉണ്ട്. കാരണം
തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0യോ 180 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ, സൈൻ വാല്യൂ 0 ആകുമ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് 0 ആകില്ലേ? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ട് മാറുകയും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് മാറുകയും ചെയ്യും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ വി കൻ സേ ദാറ്റ് ഡി ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് വൺ. ദ ഫസ്റ്റ് അസർഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അത് ഓർമ്മയിരിക്കട്ടെ. എല്ലാ ആംഗിളുകളിലും ടോർക്ക് ആക്ട് ചെയ്യത്തില്ല എന്നുള്ള കേസ് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. Look the question number 8. The frequency of circular motion of a charged particle in cyclotron is independent of the mass of the particle. Greater the mass of the particle, less will be the frequency of the particle. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിലെ സൈക്ലോട്രോണിലെ ഫ്രീക്വൻസിയുമായിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന നമ്മളുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് mr⍵² or mv²/r. So that is equal to qvb sin theta. Sin 90 become 1. അവിടെ നമുക്ക് വെലോസിറ്റി നമ്മൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ, so we get the value m/r into v equal to qb. v എന്ന് പറയുന്നത് നമുക്ക് ഒമേഗയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്താൽ ഇതാണ് സ്ട്രാറ്റജി. r അവിടെ ക്യാൻസൽ ആയി. സോ m ഇൻറ്റു എന്താണ് ഒമേഗ എന്ന് പറയുന്നത്? സോ നമുക്ക് ഇങ്ങനെ എഴുതാം 2π into f is equal to qb. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാക്ട്ലി ഫ്രീക്വൻസി എന്ന് പറയുന്നത് QB ഡിവിഷൻ ബൈ 2πm ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഫ്രീക്വൻസി ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. അതൊരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇതാണ് ഇക്വേഷൻ. ഓർക്കണേ, ദാറ്റ് ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സ്പീഡ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ സർക്കുലർ മോഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോ അവിടെ തന്നെ വളരെ വ്യക്തമായി കിട്ടി, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. വാട്ട് അബൌട്ട് ദ റീസൺ? ഗ്രേറ്റർ ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ? അപ്പോൾ മാസ് കൂടുതലാണെങ്കിൽ ലെസ് വിൽ ബി ദ ഫ്രീക്വൻസി. ദാറ്റ് മേ ബി ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഹെൻസ് വി ക്യാൻ ടേക്ക് ഡി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then we can move with the question number 9. ശ്രദ്ധിക്കൂ. The figure shows the circular paths of two particles, electron and proton, that travel at the same speed in a uniform magnetic field which is directed into the page. So magnetic field എന്ന് പറയുന്നത് into the field ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവനൊരു സർക്കുലർ പാത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് the electron follows the path of a smaller radius. നോക്കി, നമുക്കറിയാം അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ് as qvb. ഒരു v എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ യെസ്, ദാറ്റ് m into v division by r is equal to qb. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, ദാറ്റ് r is equal to m into v division by that q into b. യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. രണ്ടിനും ഒരേ ചാർജ് അല്ലേ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം 1.6 into 10 to the power of -19 തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദാറ്റ് ഈസ് എ റേഡിയസ് പ്രൊപ്പോർഷണൽ ടു ദ മാസ്. കാരണം രണ്ടിനും സെയിം സ്പീഡ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരേ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? സോ ദ റേഡിയസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും കൺസിഡർ ചെയ്യുമ്പോൾ മാസ് ഓഫ് ദ പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.67 into 10 to the power of -27 കിലോഗ്രാം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇലക്ട്രോണിന് 9.11 into 10 to the power of -31 കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ മാസ് ഓഫ് ഇലക്ട്രോൺ അവിടെ ചെറുതാണ്, സ്മോൾ ആണ്. അതുകൊണ്ട് റേഡിയസും ചെറുതാണ്. സോ അസർഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്. റീസൺ പറയുന്നത് the radius of the path in the perpendicular magnetic field is given by mv by qb.
exactly that statement is also true and is the reason for assertion, and we get that A as the correct answer. So, വളരെ ഗുഡായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ്. It will really contribute for your board examination. Number 10. It is based on the moving coil galvanometer, a very important section. To convert a galvanometer into an ammeter, a small resistance is connected in parallel with it. And you know, ammeter is a low resistance device. അത് ആ സർക്യൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ we connect them always series to it. In order to increase its range, or in order to convert it into an ammeter, a galvanometer is always converted by connecting a shunt resistance in parallel to it, and that is a true statement. And keep in mind, the small resistance increases the combined resistance of the combination. Namukkariyam, if it is a galvanometer, that shunt resistance is always connected in parallel, and hence that effective resistance Ra is nothing but equal to S into the galvanometer resistance by S plus G, and its value is less than the value of G, and also less than compared to S. So that statement is false. Parallel combination ആയതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് that first statement is true എന്ന് നമുക്ക് പറയാം, and the second statement എന്ന് പറയുന്നത് false ആയിരിക്കും. അതുകൊണ്ട് തന്നെ we get that third choice as the correct answer. So dear students, SS Physics Tips എന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് ബോർഡ് പരീക്ഷയ്ക്ക് ഏറ്റവും സപ്പോർട്ട് നൽകുന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. So take care. God bless.